അവൻ പെട്ടെന്ന് കണ്ണു തുറന്നതും അടുത്ത നിമിഷം അവളുടെ കയ്യിൽ പിടിച്ച് തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. അവൻ ഞെട്ടിയൊന്ന് ശ്വാസം വലിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് വീണു. ആ ഒരു നിമിഷം അവൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പോലും മനസ്സിലായില്ല. യുവയുടെ ഇടത് കൈ അവളുടെ കൈമുട്ടിൽ മുറുകെ പിടിച്ചിരുന്നു. വലത് കൈയിലെ പൊള്ളലിൻ്റെ വേദന സഹിച്ചുകൊണ്ട് അവൻ അവളെ നോക്കി. അവളുടെ മുഖം അവൻ്റെ മുഖത്തിന് തൊട്ടടുത്തായിരുന്നു. ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ കൂട്ടിമുട്ടി. അവൻ്റെ കണ്ണുകൾക്ക് ഒരു പ്രത്യേക ആകർഷണമായിരുന്നു. അവൻ തന്നെ നോക്കി നിൽക്കുമ്പോൾ ആ കണ്ണുകൾ തൻ്റെ മുഖത്തെയല്ല, തന്നെ മുഴുവനായും വായിച്ചെടുക്കുന്നത് പോലെ അവൾക്ക് തോന്നി. എന്തുകൊണ്ടാണെന്നറിയില്ല, അവൻ തൻ്റെ കണ്ണിലേക്ക് നോക്കുന്ന ഓരോ നിമിഷവും അവളുടെ ഹൃദയമിടിപ്പ് അറിയാതെ വേഗത്തിലായി. ആ കണ്ണുകളിൽ നിന്ന് നോട്ടം മാറ്റണമെന്ന് മനസ്സ് പറയുമ്പോഴും അവൾക്ക് കഴിയുന്നില്ലായിരുന്നു. അത്രത്തോളം ആഴമുള്ളതായിരുന്നു അവൻ്റെ നോട്ടം. ഒരു നിമിഷത്തേക്ക് മുറിയിലാകെ നിശബ്ദത പടർന്നു. എന്താ നീ ചെയ്യുന്നേ? ഉറക്കച്ചടവ് വിട്ടുമാറാത്ത യുവയുടെ ശബ്ദത്തിൽ സംശയവും ഉണ്ടായിരുന്നു. അവി വാക്കുകൾ കിട്ടാതെ അവനെ നോക്കി. ഞാൻ. യുവയുടെ കണ്ണുകൾ പതുക്കെ അവളുടെ കയ്യിലേക്ക് നീങ്ങി. എൻ്റെ പോക്കറ്റിൽ എന്തിനാ കൈയിട്ടത്? അവൾ പെട്ടെന്ന് താഴേക്ക് നോക്കി. അത് പറ. അത് പിന്നെ എൻ്റെ പാദസരം. എന്ത്? എൻ്റെ പാദസരം നിൻ്റെ വാർഡ്രോബിലുണ്ടെന്ന് എനിക്കറിയാം. യുവയുടെ പുരികങ്ങൾ ചുളിഞ്ഞു. അതിനെന്തിനാ എൻ്റെ പോക്കറ്റിൽ കൈയിട്ടത്? അത് പിന്നെ കീ പോക്കറ്റിലുണ്ടെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? ഉണ്ടോയെന്ന് നോക്കാനല്ലേ കൈയിട്ടെ? എന്നിട്ട് ഉണ്ടോ? അവ ഒരു നിമിഷം മിണ്ടാതിരുന്നു. അപ്പോഴേക്കും ഇയാൾ കണ്ണു തുറന്നില്ലേ? അവൾ പരിഭവത്തോടെ പറഞ്ഞു. എനിക്കെൻ്റെ പാദസരം വേണം. യുവ ചെറുതായി ചിരിച്ചു. തൽക്കാലം തരാൻ സൗകര്യമില്ല. അത് കേട്ടതും അവയുടെ മുഖത്ത് വാശി നിറഞ്ഞു. എനിക്ക് വേണം. പറഞ്ഞില്ലേ ഇപ്പം തരാൻ സൗകര്യമില്ലെന്ന്. ഇയാളുടെ സൗകര്യം നോക്കാനേ എനിക്ക് സൗകര്യമില്ല. എനിക്ക് വേണം. അടുത്ത നിമിഷം അവൾ വീണ്ടും അവൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിലേക്ക് കൈയിട്ടു. അഫിക, നീ എന്തായി കാണിക്കുന്നേ? വലത് കൈയിലെ പൊള്ളലിൻ്റെ വേദന കാരണം അവളെ തടയാൻ യുവക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. ഇടത് കൈകൊണ്ട് അവളുടെ കൈ പിടിച്ചു നിർത്താൻ ശ്രമിച്ചുവെങ്കിലും അവൾ അതൊന്നും വകവെച്ചില്ല. ഈ കീ എവിടെയാ? അവൾ പോക്കറ്റിനുള്ളിൽ തപ്പിക്കൊണ്ടിരുന്നു. ഇവിടെയൊന്നും ഇല്ലല്ലോ. അത് അവിടെ ഇല്ല അവിക. ഉണ്ടോയെന്ന് നോക്കട്ടെ. അവിക, എൻ്റെ പോക്കറ്റിൽ എന്തൊക്കെയാ നീ തപ്പുന്നേ? കീയാണ് ഞാൻ തപ്പുന്നേ. അതാ പോക്കറ്റിലല്ല. അവൾ അതൊന്നും കേൾക്കാതെ വീണ്ടും തിരച്ചിൽ തുടർന്നു. അതിനിടയിൽ അറിയാതെ അവളുടെ കൈ അവൻ്റെ ശരീരത്തിൽ പലയിടത്തും സ്പർശിച്ചു. യുവയുടെ കണ്ണുകൾ പെട്ടെന്ന് മിഴിഞ്ഞു. ഒപ്പം കണ്ണ് താനെ അടഞ്ഞുപോയി. അവിക. അവൻ്റെ ശബ്ദത്തിൽ ഇത്തവണ ഉറക്കച്ചടവോ ദേഷ്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. മറിച്ച് അവൾ എന്താണ് ചെയ്യുന്നതെന്ന് അവൾക്ക് തന്നെ മനസ്സിലായിട്ടില്ലെന്ന തിരിച്ചറിവിൽ നിന്നുള്ള ഒരു അമ്പരപ്പായിരുന്നു. പക്ഷെ അവ അതൊന്നും ശ്രദ്ധിച്ചില്ല. ഇതെവിടെയാ? കിട്ടുന്നില്ലല്ലോ. അവൾ പോക്കറ്റിനുള്ളിൽ വീണ്ടും തപ്പി. യുവ അവളെ നോക്കി നിന്നു. അവിക, ഒന്ന് നിർത്തോ? കിട്ടിയിട്ട് നിർത്താം, അവൾ മറുപടി പറഞ്ഞു. അവിക, കീ അവിടെ ഇല്ലെന്ന് പറഞ്ഞല്ലോ. നീ മിണ്ടാതിരിക്ക്, ഞാനേ ഒന്ന് നോക്കട്ടെ. അവളുടെ ആ പ്രവൃത്തി കണ്ട യുവയ്ക്ക് ചിരിയാണോ ദേഷ്യമാണോ വരേണ്ടതെന്ന് പോലും മനസ്സിലായില്ല. അവസാനം അവൻ പതുക്കെ അവളുടെ കൈ പിടിച്ചു തടഞ്ഞു. മതി. അവനെ നോക്കി. എവിടെയാക്കി? യുവ ഒരു നിമിഷം അവളെ നോക്കി നിന്ന ശേഷം ചുണ്ടിൻ്റെ കോണിൽ ഒരു കുസൃതി നിറഞ്ഞ പുഞ്ചിരി വിരിഞ്ഞു. ശരിക്കും നിനക്ക് കീ തന്നെയാണോ വേണ്ടത്? അതോ? അവ പെട്ടെന്ന് തൻ്റെ കയ്യിലേക്ക് നോക്കി. അപ്പോഴാണ് താൻ ഇത്രയും നേരം എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് അവൾക്ക് ബോധ്യമായത്. മുഖത്ത് നാണം പടർന്നു. അവൾ തൻ്റെ കൈ പിൻവലിച്ചു. അത് പറഞ്ഞുകൊണ്ട് അവ ചമ്മലോടെ എഴുന്നേൽക്കാൻ ശ്രമിച്ചതും കാലിടറി വീണ്ടും അവൻ്റെ മേലേക്ക് തന്നെ തെന്നി വീണു. അമ്മേ. അവളുടെ കൈകൾ സ്വാഭാവികമായി അവൻ്റെ തോളിൽ പിടിമുറുക്കി. ഒരു നിമിഷം ഇരുവരും അനങ്ങാതെ നിന്നു. അവരുടെ കണ്ണുകൾ തമ്മിൽ കോർത്തു. മുറിയിലെ നിശബ്ദതയ്ക്കിടയിൽ ഇരുവരുടെയും ശ്വാസം മാത്രം വ്യക്തമായി കേൾക്കാമായിരുന്നു. അടുത്ത നിമിഷം എന്താണ് സംഭവിച്ചതെന്ന് ഇരുവർക്കും മനസ്സിലാകുന്നതിന് മുൻപേ ഏതോ ഒരു ഉൾപ്രേരണയാലെ യുവ
അവളെയും കൊണ്ട് പതുക്കെ മറിഞ്ഞു. ഇപ്പോൾ അവൻ്റെ കീഴിലായിരുന്നു അവി. അവളുടെ കണ്ണുകളിൽ അമ്പരപ്പ്, യുവയുടെ കണ്ണുകളിൽ അതിനേക്കാൾ വലിയൊരു ആശയക്കുഴപ്പം. പക്ഷെ ആ നിമിഷം ഇരുവർക്കും ചുറ്റുമുള്ള ലോകം തന്നെ മറന്നു പോയതുപോലെ തോന്നി. യുവയുടെ നോട്ടം പതുക്കെ അവളുടെ മുഖത്തേക്ക് നീങ്ങി. മുഖത്തേക്ക് വീണ് കിടന്നിരുന്ന കുറച്ച് മുടിയിഴകൾ അവൻ വിറയലോടെ വിരലുകൾ കൊണ്ട് ഒതുക്കി. അവിയുടെ കണ്ണുകൾ അറിയാതെ അടഞ്ഞു തുറന്നു. അവൻ്റെ വിരലുകൾ അവളുടെ കവിളിൽ തൊട്ടപ്പോൾ അവളുടെ ശ്വാസം നേർത്തതായി. യുവയുടെ നോട്ടം അവളുടെ കണ്ണുകളിൽ നിന്നും പതുക്കെ അവളുടെ അധരങ്ങളിലേക്ക് നീങ്ങി. അവളുടെ അധരങ്ങളുടെ അരികിൽ പടർന്നിരുന്ന ആ നേരിയ വിറയൽ, അവൾ മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന വികാരങ്ങളെല്ലാം തനിക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നത് പോലെ അവന് തോന്നി. അവൻ്റെ നോട്ടം തിരിച്ചറിഞ്ഞതുപോലെ അവ അധരങ്ങൾ ചെറുതായി ചേർത്ത് പിടിച്ചു. ആ ചെറിയ ചലനം പോലും യുവയുടെ ഹൃദയമിടിപ്പ് ഒന്ന് തെറ്റിച്ചു. അവനും എന്താണ് ചെയ്യുന്നതെന്ന് പൂർണ്ണമായും തിരിച്ചറിയാത്തതുപോലെ അവൻ അവളുടെ അധരങ്ങളെ വിരലിൻ്റെ അറ്റം കൊണ്ട് മെല്ലെ തഴുകി. അവയുടെ ഹൃദയം ശക്തമായി മിടിച്ചു. യുവ പതുക്കെ അവളുടെ ചുണ്ടിലേക്ക് അടുക്കാൻ തുടങ്ങി. അവൻ്റെ ശ്വാസം അവളുടെ മുഖത്ത് തട്ടിയ നിമിഷം അവ പെട്ടെന്ന് സ്വബോധം വീണ്ടെടുത്തു. യുവി, വേണ്ട. അവൾ പെട്ടെന്ന് കൈ ഉയർത്തി അവൻ്റെ അധരങ്ങൾക്ക് മുകളിൽ വെച്ചു. വേണ്ട യുവി. അത് കേട്ടതും യുവ ഒരു നിമിഷം നിശ്ചലനായി. ഒരു നിമിഷം അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി നിന്നു. പിന്നെ താൻ എന്താണ് ചെയ്യാൻ പോയതെന്ന ബോധ്യം അവൻ്റെ മുഖത്ത് തെളിഞ്ഞു. അവൻ ഉടൻ തന്നെ അവളിൽ നിന്ന് അകന്നു മാറി. കട്ടിലിൻ്റെ അരികിലേക്ക് മാറിയിരുന്ന് തല താഴ്ത്തി. സോറി. അവൻ്റെ ശബ്ദം വളരെ മൃദുവായിരുന്നു. അവയൊന്നും പറഞ്ഞില്ല. അവൾ പതുക്കെ എഴുന്നേറ്റിരുന്നു. ഇരുവരുടെയും ഇടയിൽ വീണ്ടും നിശബ്ദത നിറഞ്ഞു. യുവ അവളെ നോക്കാതെ പറഞ്ഞു, ഞാൻ അറിയാതെ. അവന് വാക്കുകൾ പൂർത്തിയാക്കിയില്ല. അവി കുറച്ചു നേരം അവനെ നോക്കി നിന്നു. അവൻ്റെ മുഖത്തെ കുറ്റബോധം കണ്ടപ്പോൾ അവളുടെ മനസ്സിലെ പരിഭ്രമം പതുക്കെ അലിഞ്ഞുപോയി. കുഴപ്പമില്ല, അവൾ വളരെ പതുക്കെ പറഞ്ഞു. യുവ അവളെ നോക്കി. അവളുടെ കണ്ണുകളിൽ ദേഷ്യമില്ലായിരുന്നു. പക്ഷെ ആ നിമിഷത്തിൻ്റെ ഓർമ്മ ഇരുവരുടെയും മനസ്സിൽ ഒരുപോലെ ബാക്കി നിന്നു. നീ പൊയ്ക്കോ, യുവ അവളുടെ മുഖത്ത് നോക്കാതെയാണ് പറഞ്ഞത്. അവയൊന്നും മറുപടി പറഞ്ഞില്ല. പതുക്കെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രവും മുടിയും എല്ലാം നേരെയാക്കി ഡോറിനരികിലേക്ക് നടന്നു. പക്ഷേ ഡോറിനരികിലെത്തിയപ്പോൾ അവളൊന്ന് തിരിഞ്ഞു നോക്കി. യുവ അപ്പോഴും മറ്റേതോ ചിന്തയിൽ തല താഴ്ത്തിയിരിക്കുകയായിരുന്നു. അവളുടെ ചുണ്ടിൽ ഒരു കുസൃത ചിരി വിരിഞ്ഞു. അടുത്ത നിമിഷം അവൾ പെട്ടെന്ന് തിരിഞ്ഞു വന്ന് അവനെ ബെഡിലേക്ക് തള്ളിയിട്ടു. അവിക. യുവ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ അവൾ മറ്റേ പോക്കറ്റിലേക്ക് കൈയിട്ട് ആ കീ പുറത്തെടുത്തു. കിട്ടിപ്പോയി, അവൾ പറഞ്ഞു. കീ കയ്യിൽ കിട്ടിയതും അവ ഒരൊറ്റ ഓട്ടത്തിൽ ഡോറിനരികിലെത്തി. യുവ ബെഡിൽ നിന്നും എഴുന്നേൽക്കുന്നതിനിടയിൽ അവൾ ഡോറിനരികിൽ നിന്ന് അവനെ നോക്കി. നിനക്ക് ഈ കീ വേണമെങ്കിൽ, അവൾ ആ കീ ഉയർത്തി കാട്ടിക്കൊണ്ട് പറഞ്ഞു, ഇന്ന് രാത്രി 12 മണിക്ക് മുമ്പ് നീ എൻ്റെ പാദസരവുമായി എൻ്റെ മുറിയിലേക്ക് വരണം. യുവയുടെ കണ്ണുകൾ ചുരുങ്ങി. അവിക, ആ കീ ഇങ്ങ് താ. 12 മണി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഈ കീ കിട്ടില്ല. എന്നിട്ട് വേണം നിന്റെ മുറിയിൽ കയറിയെന്നും പറഞ്ഞ് എന്നെ നാട്ടിക്കാൻ. യുവ പെട്ടെന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. ഹേയ്, അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല. എൻ്റെ അച്ഛൻ്റെ സുരക്ഷാ സംവിധാനം മറികടന്ന് നീ എൻ്റെ മുറിയിലെത്തിയാൽ പിന്നെ നീ സേഫായിരിക്കും. അവൾക്ക് ഈ വിരലുകൾക്കിടയിൽ ചുറ്റിക്കൊണ്ട് പറഞ്ഞു. നീ ജയിച്ച് കാണിക്ക്. യുവ അവളെ നോക്കി നിന്നു. ജയിച്ചാൽ? അവയുടെ മുഖത്തെ കുസൃതി കുറച്ചുകൂടി വലുതായി. നീ ആദ്യം ജയിച്ച് കാണിക്ക്. നീ ജയിച്ചാൽ ഈ കീയും പിന്നെ നീ പകുതിക്ക് വെച്ച് നിർത്തിയ ഒരു സംഭവം ഉണ്ടല്ലോ, ഞാനതെ അങ്ങോട്ട് നിനക്ക് തരും. യുവയുടെ മുഖത്ത് പതുക്കെ ഒരു പുഞ്ചിരി തെളിഞ്ഞു. ഓ, വെല്ലുവിളിയാണല്ലേ. പുറത്ത് വാതിലിനപ്പുറം നിന്ന അവയുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. എന്നാൽ ആണെന്ന് കൂട്ടിക്കോ, അവൾ മറുപടി പറഞ്ഞു. എന്നാ പിന്നെ ഞാൻ ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. അത് നിന്റെ ഉമ്മ കിട്ടാൻ വേണ്ടിയിട്ടല്ല, ഇതെൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. ആണല്ലേ? പക്ഷേ ഞാൻ പറഞ്ഞതാ. നിനക്ക് ഞാൻ ഉമ്മ തരുമെന്ന് പറഞ്ഞാൽ
തന്നിരിക്കും. വെറും കിസ്സല്ല, ഒരു ഹോട്ട് ലിപ് കിസ്. മറിച്ച് നീ തോറ്റ ഞാൻ പറയുന്ന ചിലതൊക്കെ നീ കേൾക്കേണ്ടി വരും. പക്ഷേ യുവി, ജയിക്കാൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിക്കൂട്ടോ. അവനെ നോക്കി വല്ലാത്ത ഭാവത്തിൽ അവൾ പറഞ്ഞു. ശരി, സമ്മതിച്ചു. എന്നാ പിന്നെ രാത്രിയിൽ കാണാം. അതും പറഞ്ഞവൾ പുറത്തേക്ക് നടന്നു. അവൾ പോയ വഴിയെ നോക്കിക്കൊണ്ട് അവനൊന്ന് മന്ദഹസിച്ചു. കുറച്ച് നിമിഷം മുൻപ് നടന്ന ആ നിമിഷങ്ങളെ ഓർത്ത് തലയണ ഇറുകെ പുണർന്ന് അവൻ ചെറുമയക്കത്തിലേക്ക് വഴുതി വീണു. വൈകുന്നേരമായതും അർജുൻ തിരിച്ചെത്തി. അപ്പോഴും യുവ നല്ല ഉറക്കത്തിലായിരുന്നു. അർജുൻ അവനെ വിളിച്ചുണർത്തി. അപ്പോഴാണ് യുവയുടെ കയ്യിലെ പൊള്ളൽ അർജുൻ ശ്രദ്ധിക്കുന്നത്. യുവ, നിന്റെ കൈക്ക് എന്ത് പറ്റിയതാ? അർജുൻ ചോദിച്ചു. എടാ, അത് പിന്നെ ഉച്ചക്ക് കുക്ക് ചെയ്യാൻ നേരം ചെറുതായൊന്ന് പൊള്ളിയതാ. ഇതാണോ ചെറുതായി പൊള്ളിയ? എന്നിട്ട് നീ മരുന്നൊന്നും പുരട്ടിയില്ലേ? ആ, മരുന്ന് അല്ല, ഞാൻ പുരട്ടിയിരുന്നു. ഒരു ഫ്ലോയിൽ മരുന്ന് അവൾ പുരട്ടിയിരുന്നു എന്ന് പറയാൻ വന്നതായിരുന്നു യുവ. സംശയത്തോടെ അർജുൻ യുവയൊന്ന് നോക്കി. ആ നോട്ടം യുവയും ശ്രദ്ധിച്ചു. എന്നിട്ട് നീ വല്ലതും കഴിച്ചോ? ആ, പിന്നെ കഴിച്ചു. ശരിക്കും കഴിച്ചു. ഈ കൈ കൊണ്ടോ? അല്ല, ഞാൻ സ്പൂൺ കൊണ്ടാണ് കഴിച്ചേ. ഒന്ന് അമർത്തി മൂളി അർജുൻ എഴുന്നേൽക്കാൻ ഒരുങ്ങി. ആ നേരത്താണ് യുവയുടെ കഴുത്തിൽ പറ്റിക്കിടക്കുന്ന ആ കറുത്ത കുഞ്ഞു പൊട്ട് അർജുൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. നേർത്തൊരു പുഞ്ചിരിയോടെ അവൻ ആ പൊട്ടെടുത്ത് യുവയുടെ കവിളിൽ ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് വല്ലാത്തൊരു നോട്ടവും. യുവ എന്താ എന്ന പോലെ കവിളിൽ നിന്നും അതെടുത്തു നോക്കിയപ്പോൾ അതൊരു പൊട്ടായിരുന്നു. അവൻ നെറ്റിത്തടം തടവിക്കൊണ്ട് പറഞ്ഞു. കൂടുതലൊന്നും ചോദിക്കുകയോ പറയുകയോ ചെയ്യാതെ അർജുൻ മുറിയിൽ നിന്നിറങ്ങി നടക്കാനൊരുങ്ങി. എടാ, നീ കരുതും പോലെ ഒന്നുമില്ല. അവളിവിടെ വന്നിരുന്നു എന്നത് ശരിയാ, അല്ലാതെ. യുവയുടെ വാക്കുകൾ പകുതിക്ക് വെച്ച് മുറിഞ്ഞു. അവളുടെ പൊട്ട് നിന്റെ കഴുത്തിൽ ഇങ്ങനെ പറന്നു വന്നിരുന്നതാവാം അല്ലേ? ഒന്ന് പോടാ, നമ്മൾ ഇതെത്ര കണ്ടതാ. അപ്പോൾ അതുവരെയായി കാര്യങ്ങൾ. എടാ, നിനക്ക് ശരിക്കും അവളെ ഇഷ്ടമാണെങ്കിലേ അങ്ങ് പ്രേമിക്കടാ. വിക്രം റാത്തോർ, അങ്ങേരോട് പോവാൻ പറ. അർജുൻ പറഞ്ഞത് കേട്ടതും യുവയുടെ മുഖത്ത് വേദന കലർന്നൊരു പുഞ്ചിരി വിരിഞ്ഞു. ഹേയ്, അതൊന്നും ശരിയാവില്ല അർജുൻ. ഓ, അപ്പോൾ സാർ ഇപ്പോൾ ചെയ്യുന്നത് ശരിയായിരിക്കും അല്ലേ? അതൊന്നും എനിക്കറിയില്ല. എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ അതും അറിയില്ല. പക്ഷെ അവൾ അടുത്ത് വരുമ്പോൾ എനിക്ക്. യുവ വാക്കുകൾ പാതിയിൽ നിർത്തി. അർജുൻ ഒന്നും പറയാതെ അവനെ നോക്കി നിന്നു. എനിക്ക് എന്താ യുവ? യുവ കുറച്ചു നേരം മിണ്ടാതെ കിടന്നു. പിന്നെ പതുക്കെ ചിരിച്ചു. എനിക്ക് എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ലടാ. അവൾ അടുത്ത് വരുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥത. അവളെ ഒഴിവാക്കണമെന്ന് തോന്നും. പക്ഷെ അവൾ പോയി കഴിഞ്ഞാൽ വീണ്ടും അവളെ കാണുമെന്ന് തോന്നും. ഒരു പക്ഷേ ഇന്നേ വരെ സ്നേഹം കിട്ടാതെ വളർന്നത് കൊണ്ടാവാം അവൾ അകറ്റി നിർത്താൻ പറ്റാത്തത്. അർജുൻ്റെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞു. എടാ, അത് അസ്വസ്ഥതയൊന്നും അല്ല യുവ. പിന്നെ? എടാ, അത് പ്രണയത്തിൻ്റെ ആദ്യ ലക്ഷണമാ. ഒന്ന് പോടാ. യുവ തലയണയിലേക്ക് ചാരിയിരുന്നു. യുവ, എന്തായാലും നീ ഒന്ന് സൂക്ഷിച്ചോ. അവൾ ആരാണെന്ന് മറക്കരുത്. അവളെ വിക്രം റാത്തോറിൻ്റെ മകളാ. അർജുൻ്റെ ശബ്ദത്തിൽ ഇത്തവണ തമാശയില്ലായിരുന്നു. യുവയുടെ മുഖത്തെ പുഞ്ചിരി പതുക്കെ മാഞ്ഞു. അറിയാം അർജുൻ, നമ്മളിവിടെ വന്നത് എന്തിനാണെന്നും അറിയാം. ഒരു നിമിഷം ഇരുവരും മിണ്ടാതെ നിന്നു. പക്ഷെ യുവയുടെ മനസ്സിൽ അപ്പോഴും മറ്റൊരു മുഖമായിരുന്നു അവയുടെ. അവളുടെ കുസൃതിയും കണ്ണുകളിലെ ആ വെല്ലുവിളിയും. ഇന്ന് രാത്രി 12 മണിക്ക് മുൻപ് അവൾ പറഞ്ഞ ആ വാക്കുകൾ അവൻ്റെ മനസ്സിൽ വീണ്ടും മുഴങ്ങി. യുവയുടെ ചുണ്ടിൽ അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അർജുൻ അത് ശ്രദ്ധിച്ചു. എന്താടാ? ഏയ്, ഒന്നുമില്ല. അല്ല, നീ പോയ കാര്യം എന്തായി? യുവ ചോദിച്ചു. മറ്റന്നാൾ രാത്രിയിൽ ഐജിയുമായി ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മിഷൻ്റെ കംപ്ലീറ്റ് അപ്ഡേറ്റ്സ് നൽകണം പോലും. ഇതിപ്പോൾ അങ്ങേർക്കറിയോ ഇവിടെ കേസ് അന്വേഷണമെല്ലാം നടക്കുന്ന മറ്റ് പലതുമാണെന്ന്. അതും പറഞ്ഞ അർജുൻ കൈമലർത്തി തൻ്റെ മുറിയിലേക്ക് നടന്നു. രാത്രി 12-നോട് അടുക്കുകയായിരുന്നു. വിക്രമിൻ്റെ ബംഗ്ലാവ് പതിവിലും നിശബ്ദം. ഗേറ്റിനരികിൽ സെക്യൂരിറ്റി ഗാർഡുകൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. ചുറ്റുമുള്ള ലൈറ്റുകളും ക്യാമറകളും ജാഗ്രതയോടെ പ്രവർത്തിച്ചു. അതേസമയം അവിക വിശ്വയ്ക്ക് കോൾ ചെയ്തു. വിശ്വ, ഇന്ന് രാത്രി 12 മണി വരെ എല്ലാ ഗാർഡ്സും മുൻവശത്ത് തന്നെ ഉണ്ടായിരിക്കണം. ആരും ഉറങ്ങരുത്. ബംഗ്ലാവിൻ്റെ മുന്നിൽ കുറച്ചധികം ശ്രദ്ധ വേണം.
എന്താ മാഡം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. എന്തായാലും ഇന്ന് കൂടുതലൊന്ന് ശ്രദ്ധ കൊടുത്തേക്ക്. ശരി മാഡം. കോൾ കട്ട് ചെയ്ത അവിക പതുക്കെ ഫോൺ താഴെ വെച്ചു. ഇതേ സമയം യുവ കറുത്ത പാൻറിലേക്ക് വെളുത്ത ഷർട്ട് എടുത്ത് ധരിച്ചു. ഒപ്പം അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വില കൂടിയ ബ്രാൻഡഡ് സ്പ്രേ എടുത്തടിച്ചു. മുടി ചീകി ഒതുക്കി. വാച്ച് എടുത്ത് കെട്ടി. വാർഡ്രോബ് തുറന്ന് അതിൽ നിന്നും അവികയുടെ പാദസരെടുത്ത് പോക്കറ്റിലിട്ടു. അവയുടെ കയ്യിലെ കീ അത് വാർഡ്രോബിൻ്റെ കീ അല്ലായിരുന്നു. കേസ് ഫയലുകളൊക്കെയും അടങ്ങുന്ന ലോക്കർ കീ ആയിരുന്നു. യുവ മുറിയിൽ നിന്നിറങ്ങാൻ നേരം ചെന്ന് പെട്ടത് അർജുൻ്റെ മുന്നിലും. യുവ, നീ ഇതെങ്ങോട്ടാ? ഞാൻ ഇപ്പോൾ വരാം. നീയേ ഒരു നിമിഷം വിശ്വയുടെയും ബാക്കിയെല്ലാ ഗാർഡ്സിൻ്റെയും ശ്രദ്ധ മുൻവശത്തു നിന്ന് ഒന്ന് മാറ്റണം. എടാ യുവ, എന്താ നിന്റെ ഉദ്ദേശം? അതൊക്കെ പറയാം, നീ ചെല്ല്. പെട്ടെന്ന് വേണം. കുറച്ചധികം നേരം തന്നെ ആയിക്കോട്ടെ. ഞാൻ എന്ത് പറഞ്ഞ് അവരുടെ ശ്രദ്ധ തിരിക്കും? അർജുൻ ചോദിച്ചു. എടാ, വല്ല പാമ്പോ മറ്റോ ഉണ്ടെന്ന് പറ. യുവ പറഞ്ഞത് കേട്ടതും അർജുൻ അവനെ വല്ലാത്ത ഭാവത്തിലൊന്ന് നോക്കി. സാറ് കാമുകിയെ കാണാൻ പോവുമായിരിക്കും അല്ലേ? എന്താ ഈ രാത്രിയിൽ തന്നെ പോകണം എന്ന് ഇത്ര നിർബന്ധം? എടാ, ഈ രാത്രിയിലെ അവൾ എനിക്ക് ഒരു ഉമ്മ ഓഫർ ചെയ്തിട്ടുണ്ട്. 12 മണി കഴിഞ്ഞാൽ ഓഫർ കഴിയും. ഞാനത് വാങ്ങിച്ച് പെട്ടെന്ന് വരില്ലേ കുട്ടാ? ദൈവാ, ഇത് തീക്കളിയാ. എങ്ങാനും പിടിച്ചാ? അതുമല്ല, അവൾ തന്നെ നിന്നെ പിടിപ്പിച്ചാ? എന്നാ പിന്നെ അവൾ വിവരം അറിയും. നീ ചെല്ലട അർജുൻ. ഒന്ന് മൂളിക്കൊണ്ട് അർജുൻ താഴേക്ക് ചെന്നു. യുവ പറഞ്ഞതുപോലെ അർജുൻ താഴേക്ക് ചെന്നു. വിക്രം റാത്തോറിൻ്റെ ബംഗ്ലാവിന് പുറത്തുണ്ടായിരുന്ന വിശ്വയും മറ്റ് ഗാർഡ്സിനെയും അവനൊന്ന് നോക്കി. ഫോണിൽ സംസാരിക്കുന്നത് പോലെ നടിച്ചുകൊണ്ട് അർജുൻ പതുക്കെ ഗേറ്റിനരികിലേക്ക് നടന്നു. പെട്ടെന്ന് പുറത്തേക്ക് നോക്കി ഭയന്നതുപോലെ വിളിച്ചു, അയ്യോ പാമ്പ്! അത് കേട്ടതും വിശ്വ അടക്കം എല്ലാ ഗാർഡ്സും ടോർച്ചുകളുമായി അർജുൻ്റെ അടുത്തേക്ക് ഓടി. എന്താ സാർ, എവിടെയാ പാമ്പ്? അവിടെ അതെ, ജനറേറ്റർ റൂമിനകത്തേക്ക് പോയി. വലിയതോ പാമ്പാ, സൂക്ഷിക്കണേ. ആ പാമ്പിൻ്റെ പേരറിയില്ലേ സാർ? ഒരു ഗാർഡ് ചോദിച്ചു. പാമ്പ് തിരക്കിട്ട് പോയതുകൊണ്ട് പേര് ചോദിക്കാൻ പറ്റിയില്ല. ഇനി കാണുമ്പോൾ ചോദിക്കാം. പോയി തപ്പടോ. അർജുൻ അവനെ കൂർപ്പിച്ചു നോക്കി. ഗാർഡ്സിൻ്റെ മുഴുവൻ ശ്രദ്ധയും ജനറേറ്റർ റൂമിലേക്ക് തിരിഞ്ഞ ആ നിമിഷം മറുവശത്ത് യുവ ശബ്ദമില്ലാതെ മുന്നോട്ട് നീങ്ങുകയായിരുന്നു. അവൻ്റെ ലക്ഷ്യം വ്യക്തമായിരുന്നു. അവികയുടെ മുറി. ആ ഇരുട്ടിൻ്റെ മറവിൽ യുവ പതുക്കെ മുന്നോട്ട് നീങ്ങി ബംഗ്ലാവിൻ്റെ പിൻവശത്തെത്തി. അവൻ തൻ്റെ വാച്ചിലേക്ക് നോക്കി. 11:47 PM. അവയുടെ വെല്ലുവിളി അവൻ്റെ മനസ്സിൽ മുഴങ്ങി. എൻ്റെ അച്ഛൻ്റെ സുരക്ഷാ സംവിധാനം മറികടന്ന് നീ എൻ്റെ മുറിയിലെത്തിയ നീ ജയിച്ചു. യുവ പുഞ്ചിരിച്ചു. വെല്ലുവിളിച്ചത് നീ തന്നെയല്ല അവിക. ക്യാമറയുടെ ചലനം ശ്രദ്ധിച്ച് നിഴലുകൾക്കിടയിലൂടെ അവൻ ഓരോ ചുവടും സൂക്ഷിച്ചു മുന്നേറി. ദൂരെ ഒരു ഗാർഡിൻ്റെ കാൽച്ചുവടുകൾ കേട്ടപ്പോൾ മതിലിനോട് ചേർന്ന് നിശ്ചലനായി. ശബ്ദം അകന്നതോടെ വീണ്ടും നീങ്ങി. അല്പസമയത്തിനകം പിൻവശത്ത് വരാന്തയിലെത്തി. മുകളിലേക്ക് നോക്കിയപ്പോൾ അവയുടെ മുറിയിലെ ജനലിൽ മങ്ങിയ വെളിച്ചം. വാച്ചിൽ സമയം 11:56 PM. 4 മിനിറ്റ് മാത്രം ബാക്കി. അവൻ വേഗത്തിൽ മുകളിലെ വരാന്തയിലെത്തി. ഒടുവിൽ അവയുടെ മുറിയുടെ വാതിലിന് മുന്നിൽ നിന്നു. വാതിൽ അടഞ്ഞു കിടന്നു. യുവ ഒരു നിമിഷം നിശ്ചലനായി. ഇതേ നിമിഷം മുറിയിലെ ക്ലോക്കിലേക്ക് നോക്കിയിരിക്കുകയാണ് അവിക. 11:58 PM. ക്ലോക്കിൻ്റെ സെക്കൻഡ് സൂചി ഓരോ നിമിഷവും മുന്നോട്ട് നീങ്ങുമ്പോൾ അവളുടെ ഹൃദയമിടിപ്പും അതിനൊപ്പം എന്ന പോലെ വേഗത്തിലായി. ഇനി 2 മിനിറ്റ്. അവൻ വരുമോ? അവൾ പതുക്കെ പിറുപിറുത്തു. അവൾ വാതിലിലേക്ക് നോക്കി. അപ്പോഴവൾ ആഗ്രഹിക്കുന്നത് അവൻ വരണം എന്ന് തന്നെയായിരുന്നു. അവൾ കണ്ണാടിയിൽ കൂടി തൻ്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി. കറുത്ത നിറത്തിലുള്ള ഷിഫോൺ സാരിയായിരുന്നു അവളുടെ വേഷം. എന്തിനാണ് താൻ അത് ഉടുത്തത് എന്ന് അവൾക്ക് തന്നെ അറിയില്ല. ശരിക്കും എനിക്ക് അവനെ ഇഷ്ടമാണോ? ഹേയ്, എനിക്കിഷ്ടമൊന്നുമല്ല. അല്ലേ? അവളുടെ ഹൃദയം ആ ചോദ്യം ആവർത്തിച്ചപ്പോൾ അവൾ മറുപടി പറഞ്ഞില്ല. എനിക്കറിയണം അവൻ ആരാണെന്ന്. അവൾ കണ്ണാടിയിലേക്ക് നോക്കി സ്വയം പറഞ്ഞു. അവൻ വന്നാ അവന് ഉമ്മ കൊടുക്കേണ്ടി വരില്ലേ? ഷോ, അങ്ങനെ പറയണ്ടായിരുന്നു. ആ നേരത്താണ് ഡോർ തുറന്ന് യുവ മുറിയിലേക്ക് വരുന്നത്. യുവയെ മുന്നിൽ കണ്ടതും അവയൊരു നിമിഷം നിശ്ചലമായി നിന്നു. അവളുടെ കണ്ണുകൾ ഫോണിലേക്ക് നീണ്ടു. 11:59 PM. ഡോർ പതുക്കെ ലോക്ക് ചെയ്തവൻ അവളുടെ നേർക്ക് നടന്നു വരുമ്പോൾ അവളുടെ നെഞ്ചെടുപ്പിൻ്റെ വേഗത അറിയാതെ കൂടിക്കൊണ്ടിരുന്നു. അവൻ അടുത്തേക്ക് വരുംതോറും അവൻ്റെ ആ പെർഫ്യൂമിൻ്റെ ഗന്ധം അവളെ വല്ലാതെ ആകർഷിച്ചു. അന്നേരത്തെ അവൻ്റെ ഹാൻസം ലുക്കിൽ നിന്ന് അവൾക്ക് കണ്ടടിക്കാനായില്ല.
അവൻ്റെ കണ്ണുകളും അവളിൽ തന്നെ ആയിരുന്നു. ആ സാരിയിൽ അവളെ കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകളിൽ ഒരു നിമിഷം തിളക്കം പടർന്നു. ഷർട്ടിൻ്റെ കോളർ അല്പം പിന്നിലേക്ക് വലിച്ചും കൈമുട്ട് വരെ സ്ലീവ് മടക്കി വെച്ചുള്ള അവൻ്റെ ആ വരവ് കണ്ട് അവ പതുക്കെ പിന്നിലേക്ക് നീങ്ങി. ഒടുവിൽ അവളുടെ പുറം ബെഡിൽ തട്ടി. അടുത്ത നിമിഷം അവൾ ബെഡിലേക്ക് മലർന്നു വീണു. യുവ അവളുടെ അരികിലെത്തി നിൽക്കുകയും അവളെ തല മുതൽ കാൽ വരെ ഒന്ന് നോക്കുകയും ചെയ്തു. സാരിയൊക്കെ ഉടുത്തിട്ടുണ്ടല്ലോ, അതും ഈ രാത്രിയിൽ. അവളുടെ ഇരുവശത്തായി ബെഡിൽ കൈകൾ കുത്തി നിന്നുകൊണ്ട് അവൻ ചോദിച്ചു. എനിക്ക് മറ്റന്നാളൊരു ഫ്രണ്ട്സ് പാർട്ടിയുണ്ട്. അതിന് പോവാൻ വേണ്ടി 2 സാരി എടുത്തിരുന്നു. അതിലൊരെണ്ണം ട്രയൽ ചെയ്ത് നോക്കിയതാ. അവൾ ചെറിയൊരു പുഞ്ചിരിയോട് പറഞ്ഞു. ആണോ? ഞാൻ കരുതി എന്നെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഉടുത്തതാണെന്ന്. അവൻ്റെ വാക്കുകൾ കേട്ട് അവ പുരികമുയർത്തി. എന്നിട്ട് ഇയാള് ഇംപ്രസ് ആയോ? എവിടെന്ന്? അവൻ മറുപടി പറഞ്ഞു. അപ്പോൾ കൊള്ളില്ലേ? അവൾ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അവൻ മറുപടി പറഞ്ഞില്ല. ശരിക്കും എൻ്റെ ഈ ഔട്ട്ഫിറ്റിന് നീ എനിക്ക് എത്ര മാർക്ക് തരും? അവളുടെ ആ ചോദ്യം കേട്ട് യുവ ചെറുതായി ഒന്ന് ചിരിച്ചു. പിന്നെ നിൻ്റെ ഔട്ട്ഫിറ്റ് നോക്കി മാർക്കിടാൻ ഞാൻ നിൻ്റെ കെട്ടിയോനാണല്ലോ. കെട്ടിയോനായിരുന്നെങ്കിൽ നീ എത്ര മാർക്കിട്ടേനെ? ഔട്ട് ഓഫ് 10 പറ. അവളുടെ ചോദ്യം കേട്ട് യുവ വീണ്ടും അവളെ മുഴുവനായൊന്ന് നോക്കി. ഇഫ് ഐ വെയർ യുവർ ഹസ്ബൻഡ്? അവൻ ഒരു നിമിഷം ആലോചിക്കുന്നത് പോലെ നിന്നു. എങ്കിലേ ഞാനിതിന് 6 മാർക്ക് നൽകും. അവയുടെ മുഖം ഉടനെ മാറി. അതെന്താ അങ്ങനെ? കൊള്ളില്ലേ? കൊള്ളാം. പക്ഷേ ആസ് എ കെട്ടിയോൻ ഞാൻ അത്രേ നിനക്ക് തരുള്ളൂ. അതെന്താണെന്ന് നീ ഒന്ന് സൂക്ഷിച്ചു നോക്ക്. എന്നാൽ പിന്നെ അന്ന് അജുവേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കൊടുത്ത ധാവണിക്ക് നീ എത്ര മാർക്ക് തരും? അത് കേട്ടതും യുവയുടെ ചുണ്ടിൽ അറിയാതൊരു പുഞ്ചിരി വിരിഞ്ഞു. അതവി ശ്രദ്ധിക്കുകയും ചെയ്തു. അതിന് ആസ് യുവർ കെട്ടിയോൻ ഔട്ട് ഓഫ് 10 ഞാൻ 9 മാർക്ക് തരും. ഓ അങ്ങനെ? അവൾ ചുണ്ടുകൊട്ടി. അപ്പോൾ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് വരുമ്പോയിട്ട് വന്ന ആ ചുരിദാറിനോ? അതിനോ? യുവ അവളെ നോക്കി. അതിന് നിനക്ക് മാർക്കില്ല. അതെന്താ യുവി? അതങ്ങനെയാ. കൊഞ്ചാതെ നീ ആ കീങ്ങട്. അവൻ വിഷയം മാറ്റിയതോടെ അവി പുഞ്ചിരിച്ചു. മോൻ ആദ്യം ആ പാദസരങ്ങട്. യുവ ബെഡിൽ നിന്നുള്ള തൻ്റെ കൈ പിൻവലിച്ച് പോക്കറ്റിൽ നിന്ന് പാദസരം എടുത്ത് അവൾക്ക് നേരെ നീട്ടി. അപ്പോഴൊക്കെ അവി ബെഡിൽ എഴുന്നേറ്റിരുന്നു. കെട്ടിത്താ. നീയല്ല അഴിച്ചത്. തൻ്റെ കാൽ അവന് നേരെ നീട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. യു അവളെ ഒരു നിമിഷം വല്ലാത്തൊരു ഭാവത്തിൽ നോക്കി. പിന്നെ പതുക്കെ അവളുടെ കാലിനരികിലേക്ക് ചാഞ്ഞിരുന്നു. സാരിയുടെ തുമ്പ് അല്പം മാറ്റി കയ്യിലിരിക്കുന്ന പാദസരത്തിൻ്റെ കൊളുത്ത് തുറന്ന് അവളുടെ കാലിലേക്ക് നീങ്ങി. യുവയുടെ വിരലുകൾ അവളുടെ കാലിൽ സ്പർശിച്ചതും അവി അറിയാതെ ഒന്ന് വിറച്ചു. അത് ശ്രദ്ധിച്ചിട്ട് യുവ ഒന്നും പറയാതെ പാദസരം പതുക്കെ അവളുടെ കാലിൽ അണിയിച്ചു. ഒന്ന് അനങ്ങാതെ ഇരിക്കുമോ? അവൻ്റെ ശബ്ദത്തിലെ ഗൗരവം കേട്ട് അവി അവനെ നോക്കി. ഞാനെങ്ങും അനങ്ങിയില്ലല്ലോ. അത് ഞാൻ നിന്റെ കാലിനോട് പറഞ്ഞതാ. അവൾ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് ചിരി അടക്കാൻ ശ്രമിച്ചു. പാദസരത്തിൻ്റെ കൊളുത്ത് ഉറപ്പിച്ച ശേഷം യുവ പതുക്കെ അവളുടെ കാലിൽ നിന്ന് കൈ പിൻവലിച്ചു. പക്ഷെ എഴുന്നേൽക്കാതെ ഒരു നിമിഷം കൂടി അവളുടെ മുഖത്തേക്ക് നോക്കി. അപ്പോഴാണ് അവി തലയണയുടെ അടിയിൽ നിന്ന് മറ്റേ പാദസരം കൂടി എടുത്ത് അവൻ്റെ കയ്യിലേക്ക് നീട്ടിയത്. ഇത് കൂടി കെട്ടോ? അവളുടെ ചോദ്യം കേട്ടിട്ടും യുവ മറുപടിയൊന്നും പറഞ്ഞില്ല. അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കിയ ശേഷം അവൻ ആ പാദസരവും കയ്യിലെടുത്തു. വീണ്ടും അവളുടെ കാലിനരികിലിരുന്ന് പതുക്കെ അതും അണിയിച്ചു. കൊളുത്ത് ഉറപ്പിക്കുന്നതിനിടയിൽ ഒരിക്കൽ കൂടി അവരുടെ കണ്ണുകൾ തമ്മിൽ ഉടക്കി. ആ നിമിഷം ഇരുവർക്കിടയിലെ നിശബ്ദതയ്ക്ക് പോലും ഒരു പ്രത്യേക അർത്ഥമുണ്ടായിരുന്നു. മുറിയിൽ മറ്റൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവളുടെ പാദസരത്തിലെ ചെറിയ മണികളുടെ നേർത്ത ശബ്ദം മാത്രം. യുവ പതുക്കെ അവളുടെ കാലിൽ നിന്ന് കൈ പിൻവലിച്ചു. പക്ഷെ അവൻ്റെ കണ്ണുകൾ ഇപ്പോഴും അവയിൽ തന്നെയായിരുന്നു. ഇനി ആ കീങ്ങട്. അപ്പോൾ നിനക്ക് ഉമ്മ വേണ്ടേ? എനിക്ക് ആദ്യം കീ വേണം. അത് ഞാൻ കളഞ്ഞു എന്നുള്ള അവളുടെ പറച്ചിൽ കേട്ട് അവൻ്റെ മുഖം ഒന്ന് ചുളുങ്ങി. ദേ അവിക, കളിക്കല്ലേ. ഉമ്മ വേണേ തരാം, കീ കിട്ടില്ല. അത് കേട്ടതും അവന് ദേഷ്യം വന്നു. അവൾക്ക് ചിന്തിക്കാൻ പോലും അവസരം കൊടുക്കാതെ അടുത്ത നിമിഷം അവൻ അവളുടെ മേലെ അമർന്നിരുന്നു.